നമസ്കാരം. ഇതിൻ്റെ ആദ്യത്തെ അമ്മ ഷോ ആണ്. വളരെ എക്സൈറ്റഡ് ആണ്. ഈ ഷോവിനൊരു പ്രത്യേകത ഉണ്ട്. 100 years ഓഫ് സിനിമ കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ലാംഗ്വേജസിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഈവൻറ്റ്സ്, കുറേ പാട്ടുകളും ഡാൻസുകളും നമ്മൾ ഇതിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് യു ക്യാൻ സി, വി ആർ ഓൾ ഹാവിങ് ഫൺ. വളരെയധികം എൻജോയ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ അധികം മേമ്പൊടി ചേർക്കാൻ പറ്റില്ല. കാരണം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കർത്തവ്യോ? അതെന്തോടാ അത്? ഒരു സെക്കൻഡ്. സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഷോയിൽ ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സീനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോക്കോൾ ന്യൂ ജനറേഷനും നെക്സ്റ്റ് ജനറേഷനുമായിട്ടുള്ള സ്റ്റാർസും ആക്ടേഴ്സുമായിട്ടുള്ളൊരു യാത്ര എന്ന് പറയുന്നത് വളരെയധികം എൻജോയ് ചെയ്യുന്നു. ശരിക്കും 1, 2, 3 ഞങ്ങൾ 5-6 പേര് കല്യാണം കഴിച്ചവരാണെങ്കിലും ശരിക്കും ഒരു ബാച്ചിലർ ട്രിപ്പ് എന്ന പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അമ്മ വിവാഹത്തിന് ശേഷം ചാക്കോച്ചൻ്റെ ആദ്യത്തെ ബാച്ചിലർ ട്രിപ്പാണത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ഭാര്യ എനിക്ക് ലൈസൻസ് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയതും ചാക്കോച്ചൻ്റെ കാലുളുങ്ങി, ഭാര്യയില്ലാതെ വന്ന് അതിൻ്റെ ഡാൻസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ പ്രിയയുടെ കാലും ഉളുങ്ങി എന്നാണ് കേൾക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് ഭാര്യമാർ അവരാണ് പറഞ്ഞത് നിങ്ങൾ പോയി എൻജോയ് ചെയ്യുമെന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഭാര്യമാരെ ഞങ്ങൾക്ക് കൊണ്ടിരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. അവർ ഞങ്ങൾക്ക് ഫുൾ ക്യാമറയുടെ മുഖത്ത് നോക്കി നുണ പറയാൻ തോന്നുന്നില്ല. കാല് പിടിച്ചിട്ട് അവർ വരാതിരുന്നത്. റിമിയുടെ ഭർത്താവിനെ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ടെൻഷനാണോ മുഖത്ത്? റിമിയുടെ സത്യസന്ധതയാണ് റിമിയുടെ വിജയമെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവരെയും കൊണ്ട് നമുക്ക് 2 വാക്ക് സംസാരിപ്പിക്കണം. ഇവിടെ സംസാരിക്കാണ്ടിരിക്കുന്ന മനോട്ടന് ഒരു 2 വരി, ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് പറ്റിയ മൂഡിലുള്ള ഒരു 2 വരി, ഏതെങ്കിലും ഒരു പാട്ട്. അല്ല, പാട്ടല്ല, എനിക്ക് റിമിയോടെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരിയൊരു സംശയം, റിമി എപ്പം മൈക്ക് എടുത്തിറങ്ങിയ ഉടനെ അവിടെ ബെൽറ്റ് ഇടാൻ പറയുന്നു. അതെന്തത്? ഞാനിനി ബെൽറ്റ് ഇടാത്തോണ്ടാണോ? നമ്മളങ്ങനെ ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തുന്ന ശരിയല്ല. പക്ഷെ എന്നാലും ഒരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ ആരും സംസാരിക്കാണ്ടിരിക്കുന്നത് ശരിയല്ല. നാദർഷിക്കയുടെ മനസ്സിൽ പാട്ടാണോ വരുന്നത്, തമാശയാണോ വരുന്നത്, ഇനി വേണ്ട ഒരു മിമിക്രി ആണോ വരുന്നത്, ഇനി അതും വേണ്ട ഒരു ഡാൻസ് ആണോ അദ്ദേഹത്തിന് ചെയ്യാൻ പോകണം? നമുക്ക് നോക്കാം. പരിപാടി നന്നാവണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതല്ലേ പ്രോഗ്രാം നന്നാവണമെന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മളെവിടെ പോണേ? വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത്. ചിരി മാത്രമേ ഉള്ളൂ. എല്ലാം കൊണ്ട് അടിപൊളി. 1 മിനിറ്റ് കുറച്ച് വെള്ളം കുടി.